ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സന്തതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ചെലവഴിക്കുന്നത് നേരത്തെ പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. ഓരോ മാസവും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മ. ലോകത്തിലെ അതിശക്തമായ അതിപ്രബലമായ വലിയ സമ്പത്തുള്ള, ലോകത്ത് എവിടെ വേണമെങ്കിലും ഭരണകൂടം അട്ടിമറി നടത്താൻ ഇഷ്ടമുള്ള സർക്കാരിനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഘമാണ് ഡീപ് സ്റ്റേറ്റ്. ജോർജ് സോറോസൊക്കെ അതിൻ്റെ ഭാഗമാണ്. ബറാക്ക് ഒബാമ ഇവരൊക്കെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഡീപ് സ്റ്റേറ്റ് ഈ ബറാക്ക് ഒബാമയുടെ കാലത്തും സോറോസിൻ്റെ കാലത്തിന് മുമ്പും ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾ ലോകം മുഴുവൻ നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘമാണ്. ഒരു ഈ ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗ്രൂപ്പ്. ആ ഡീപ് സ്റ്റേറ്റ് അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ശിഥിലീകരിക്കുക, ഇന്ത്യയെ പല കഷ്ടങ്ങളായി തെറിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇന്ത്യ സർക്കാർ ഓരോ മാസവും കോടിക്കണക്കിന് രൂപ മുടക്കാറുണ്ട്. അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. ആളുടെ പേര് ടെൻസിൻ ഗ്യാറ്റ്സോ എന്നാണ്. എന്ത്? ടെൻസിൻ ഗ്യാറ്റ്സോ. മനസ്സിലായില്ല അല്ലേ? ഇല്ല. ആ പേരിൻ്റെ മുന്നിൽ വേറൊരു പേരുടെ ഉണ്ട്, ദലൈലാമ ടെൻസിൻ ഗ്യാറ്റ്സോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. 1959 ടിബറ്റിലേക്ക് ചൈനീസ് ആർമി കയറുന്നത്. ചൈനീസ് അധിനിവേശത്തിനെതിരെ, ടിബറ്റിലെ ചൈനീസ് അധിനിവേശത്തിനെതിരെ വലിയ കലാപം ടിബറ്റിൽ നടക്കുന്നു. കലാപം ആരംഭിച്ച് സമരം ആരംഭിക്കുന്നു നമ്മുടെ ഈ ലേയിൽ ലഡാക്കിൽ നടന്ന പോലെ. അപ്പോൾ അതിന് മുമ്പ് പറയട്ടെ, ലഡാക്കിലെ കലാപത്തിൻ്റെ പിന്നിൽ ദലൈലാമയുടെ പങ്ക് നിസ്സാരമല്ല. ഞാൻ ഗുരുതരമായ ഒരു ആരോപണമാണ് പറയുന്നത്. ആരോപണമല്ല, ഒരു വസ്തുത. അത്ര പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വസ്തുത മുന്നോട്ട് വെക്കുകയാണ്. അതിലേക്ക് വരാൻ ഞാൻ. അപ്പോൾ ടിബറ്റുകാർ ചൈനയ്ക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ചൈനീസ് ജനറലിൻ്റെ ഒരു കത്ത് ദലൈലാമയ്ക്ക് കിട്ടുന്നു. ലാസ, ടിബറ്റ് തലസ്ഥാനമായ ലാസയിൽ ഒരു നൃത്ത പരിപാടിയുണ്ട്. നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ അങ്ങയെ ക്ഷണിക്കുന്നു. അങ്ങ് വരണം, അങ്ങ് തനിച്ച് വന്നാൽ മതി, അംഗരക്ഷകരൊന്നും വേണ്ട, എല്ലാ സുരക്ഷയും ഞങ്ങൾ ഓഫർ ചെയ്യുന്നു, അങ്ങ് വരൂ എന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ അയക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ അന്ന് ദലൈലാമയ്ക്ക് ഏതാണ്ട് 19-20 ചെറിയ പ്രായമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സായി. 1959 അറിയാം. അപ്പോൾ കുറച്ച് നോക്കി എത്ര വയസ്സൊന്നും അറിയാം. എൻ്റെ കണക്ക് പൊട്ടയായിരിക്കും, തെറ്റിപ്പോകും. നമ്മൾ കണക്ക് തെറ്റിപ്പോയാൽ വർഷത്തെ കണക്ക്. അപ്പോൾ ഏതായാലും ദലൈലാമയ്ക്ക് അപ്പം തന്നെ കിട്ടി ഇതൊരു കെണിയാണെന്ന് മനസ്സിലായി. പോയില്ല എന്ന് മാത്രമല്ല, ദലൈലാമയെ തട്ടിക്കൊണ്ടുപോകാൻ ചൈനീസ് ഭരണകൂടം പദ്ധതി ഇടുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ദലൈലാമ ടിബറ്റിൽ നിന്ന് ഒളിച്ചോടുന്നു. 1959 മാർച്ച് 17 പട്ടാള വേഷം ധരിച്ച് കുറേ ടിബറ്റൻ പട്ടാളക്കാരുടെയൊക്കെ അകമ്പടിയോടെ ദലൈലാമയും ഒരു സംഘവും, ഒരു ചെറിയ ലിമിറ്റഡ് ഗ്രൂപ്പ് മലനിരകളൊക്കെ താണ്ടി ഓടുകയാണ് ഇന്ത്യയിലേക്ക്. അങ്ങനെ അവർ ഓടി 13 ദിവസം യാത്ര ചെയ്ത് മാർച്ച് 30 അരുണാചൽ പ്രദേശിലെത്തി. അവർക്ക് ആദ്യം താമസ സൗകര്യം കൊടുത്തത് ബിർള ഹൗസിലാണ്. ബിർള ഹൗസിൽ കൊടുത്തു. അതിനുശേഷം ആദ്യം മസൂറിയിലായിരുന്നു. മസൂറിൽ നിന്ന് ഇവർക്ക് ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവരെ മാറ്റി. ഇപ്പോൾ ധർമ്മശാല വേറൊരു ലോകമാണ്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ചെന്ന് നമ്മൾ ഓർക്കുന്നത് വേറൊരു ലോകത്താണ്. കാരണം അവിടെ ടിബറ്റൻ പ്രവാസ സർക്കാരുണ്ട്. ഇപ്പോൾ ഈ പലസ്തീൻ രാജ്യമില്ല എന്ന് പറയുന്ന പോലെ ടിബറ്റ് ചൈന കൊണ്ടുപോയി. ചൈനയുടെ ഒരു സ്റ്റേറ്റാണ്, ഒരു പ്രവിശ്യയാണ്. പക്ഷേ ടിബറ്റിൽ ഞങ്ങൾക്കാണ് അധികാരം എന്ന് പറഞ്ഞ് ടിബറ്റിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡൻ്റൊക്കെ ഉണ്ട്. അവരവിടെ പ്രവർത്തിക്കുക. പണം എവിടുന്നാണ്? പണം ഇന്ത്യ സർക്കാർ കൊടുക്കും, ഭൂമി ഇന്ത്യ സർക്കാർ കൊടുക്കും, സുരക്ഷ ഇന്ത്യ സർക്കാർ കൊടുക്കും. അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദലൈലാമ കൊച്ചിയിൽ വന്നിരുന്നു. കൊച്ചിയിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്ന പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് കൊടുത്തത്. ഇന്ത്യ ദലൈലാമയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് എന്താ ഗുണം? ഇന്ത്യക്ക് എന്താ ഗുണം എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ത്യക്ക് എന്താ നഷ്ടമുണ്ടായതെന്ന് ആലോചിക്കണം. ഇന്ത്യക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദമുണ്ടായിരുന്ന ചൈനയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. 1962 നമ്മൾ ചൈനയുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ യുദ്ധത്തിൽ നമ്മൾ തോറ്റു. നമ്മുടെ സൈന്യത്തിന് വലിയ കെടുതികളുണ്ടായി. ഇന്ത്യ ചൈന ഭായി എന്ന് പറയുന്ന ബന്ധം നശിച്ചു. ആരാണ് കാരണം? ദലൈലാമ. ദലൈലാമയെ ഇങ്ങോട്ട് കടത്തിവിട്ടതാരാണ്? CIA, ഡീപ് സ്റ്റേറ്റ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ് ചൈനയ്ക്കെതിരെ റിവോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ദലൈലാമയെ കുത്തിയിളക്കി അവിടെ ടിബറ്റിൽ കലാപം ഉണ്ടാക്കിയത്. അവിടെ രക്ഷയില്ലാന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ പ്രിയങ്കരനായ, CIA പ്രിയങ്കരനായ, ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രിയങ്കരനായ ദലൈലാമയെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ പാർപ്പിക്കാൻ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നു അല്ലേ? അതെ. ഹസീന എവിടെയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, അറിയില്ല. ഹസീനയ്ക്ക് അവിടെ ബംഗ്ലാദേശിൽ പ്രവാസ സർക്കാരൊന്നുമില്ല, ഒന്നും കൊടുത്തേ. ഹസീനെ രഹസ്യമായി സുരക്ഷിതമായി നമ്മൾ താമസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെയാണോ
ടിബറ്റിൻ്റെ ഭരണാധികാരി കൂടിയായിരുന്ന ദലൈലാമയ്ക്ക് നമ്മൾ ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ അത്ര ഇഷ്ടക്കേടുണ്ടോ? പറയാം, അതിലേക്ക് വരാം. അപ്പോൾ ദലൈലാമ വന്നതിന് ശേഷം എന്ത് പറ്റി? ഇന്ത്യ ചൈന ബന്ധം വഷളായി. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനാറിയോ എന്താണ്? അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വലിയ സൗഹൃദം ഉണ്ടാകുന്നു. അവരടുത്ത് ശത്രുവായപ്പോൾ ഒരിടത്ത് മിത്രമാവുന്നു. അത് ആരുടെ താല്പര്യങ്ങൾക്കെതിരാണ്? അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരാണ്. ദലൈലാമയുടെ താല്പര്യമോ? ചൈനയും ഇന്ത്യയും തമ്മിൽ സൗഹൃദത്തിലാവുന്നത് ദലൈലാമയ്ക്ക് ഇഷ്ടമാണോ? പറ്റില്ല. അപ്പോൾ ലേ അപ്പെക്സ് ബോഡി എന്ന് പറയുന്ന അവിടെ സമരത്തിലുണ്ടായിരുന്ന സോനം വാങ്ചുക് എന്ന് പറയുന്ന ആളുടെ അംഗമായ ലേ അപ്പെക്സ് ബോഡി ബുദ്ധമതക്കാർ കൂടുതലുള്ള സംഘടനയാണ്. ദലൈലാമയുടെ വളരെ അടുത്ത, ദലൈലാമയുമായി എപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആളാണ് സോനം വാങ്ചുക്. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധം അത്ര നന്നാവുന്നത് ദലൈലാമയ്ക്ക് ഇഷ്ടമല്ല. ദലൈലാമയ്ക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിന് ഇഷ്ടമല്ല. ഡീപ് സ്റ്റേറ്റിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ CIAക്ക് ഇഷ്ടമല്ല. CIAക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ട്രംപിന് ഇഷ്ടമല്ല. അപ്പോൾ അവിടുത്തെ ലേ അപ്പെക്സ് ബോഡി എന്ന് പറയുന്ന സംഘടന കൂടി സമരത്ത് അവരിപ്പോൾ തള്ളി പറഞ്ഞു. സോനം വാങ്ചുക്ക്, ദലൈലാമയുടെ ഏറ്റവും അടുത്ത ആളായ സോനം വാങ്ചുക്ക് ഇതിന് വരുന്നു. എങ്ങനെയാണ്? ഇനി അമേരിക്കയുടെ മാനസപുത്രനാണ് ദലൈലാമ എന്നതിന് ഉദാഹരണം പറയാം. 1989 നോബൽ സമ്മാനം ആർക്കാണ് കിട്ടിയത്? ദലൈലാമയ്ക്കാണ്, ചൈനയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ അടുത്ത ദിവസം ചൈന വാങ്ങി ഇന്ത്യയിൽ വന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി. ചൈനീസ് വിദേശകാര്യമന്ത്രി വന്നപ്പോൾ ഇന്ത്യ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. തായ്വാനെക്കുറിച്ചുള്ള ചർച്ച വന്നു. തായ്വാൻ തങ്ങളുടേതാണ് എന്നാണ് ചൈനയുടെ നിലപാട്, അല്ലേ? അവകാശവാദം. അമേരിക്ക പറയുന്നു തായ്വാനെ തൊടാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ നിലപാടെന്താണെന്നറിയോ? ഇന്ത്യ തായ്വാനെ അംഗീകരിച്ചിട്ടില്ല. തായ്വാനെ ഇന്ത്യ ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ല രാജ്യമായിട്ട്. ഇന്ത്യ, ജയശങ്കർ പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞു, തായ്വാൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ നിലപാടിന് മാറ്റമില്ല എന്ന് പറഞ്ഞു. ആർക്കനുകൂലമായ നിലപാടത്? ചൈനയ്ക്ക്. ആർക്കെതിരായിട്ട് നിലപാടാണ്? US-നെതിരായി, അമേരിക്കയ്ക്കെതിരായ നിലപാടാണ്. അപ്പോൾ ഇത് ജിയോ പൊളിറ്റിക്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ സോനം വാങ്ചുക്കിന് റമോൺ മാഗ്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അല്ലേ? അതെ. അപ്പോൾ ഈ ആൽഫ്രഡ് നോബലിൻ്റെ പേരിലാണ് നോബൽ സമ്മാനം. അപ്പോൾ ലോകത്തെമ്പാടും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് നോബൽ സമ്മാനം. അമേരിക്ക തീരുമാനിക്കുന്നവരെ കിട്ടത്തുള്ളൂ. അതുപോലെ റമോൺ മാഗ്സസെ അവാർഡ് എന്ന് പറയുന്നത് ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നാണ് പറയുന്നത്. ഇത് ആരാണ് ഇത്? റമോൺ മാഗ്സസെ എന്നറിയാമോ? ഫിലിപ്പൈൻസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഫിലിപ്പൈൻസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഈ മാഗ്സസെ അവാർഡ് കൊടുക്കുന്നത് ഫിലിപ്പൈൻസ് ആണ് എന്നാണ് നമ്മുടെ സങ്കല്പം, അല്ലേ? ഫിലിപ്പൈൻസിൻ്റെ പ്രസിഡൻ്റിൻ്റെ പേരുള്ള അവാർഡ് ഫിലിപ്പൈൻസ് കൊടുക്കുന്നു. പക്ഷേ ആ അവാർഡ് കൊടുക്കുന്ന ആരാണെന്നറിയാമോ? റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്താണ്? അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കയിലെ സ്ഥാപനം കൊടുക്കുന്ന അമേരിക്കൻ റോക്ക്ഫെല്ലർ ബ്രദേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഫിലിപ്പൈൻസ് പ്രസിഡന്റിൻ്റെ പേരിൽ റമോൺ മാഗ്സസെ അവാർഡ് കൊടുക്കുന്നത്. ആരാണ്? ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന US-ലെ ആദ്യത്തെ ബില്യണയർ ആണെന്ന് പറയുന്നു ജോൺ ഡി റോക്ക്ഫെല്ലർ. അയാൾക്ക് ഈ ഓയിൽ കച്ചവടം, എണ്ണ വ്യാപാരം, ആയുധ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. അയാളുടെ സ്മരണാർത്ഥം അയാളുടെ പേരിലുള്ള ട്രസ്റ്റാണ്. അവരാണ് നൊബേലിൻ്റെ പേരിലുള്ള ട്രസ്റ്റാണ് നോബൽ സമ്മാനം കൊടുക്കുന്നതെന്ന് പറയുന്ന പോലെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ് റമോൺ മാഗ്സസെ അവാർഡ് കൊടുക്കുന്നത്. അമേരിക്കയിലെ ഈ സ്ഥാപനം എന്തിനാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റിൻ്റെ പേരിൽ കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മളിവിടെ മാഗ്സസെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് റോക്ക്ഫെല്ലറിൻ്റെ അവാർഡാണെന്ന് ആരും പറയാറില്ല. കാരണം അത് അങ്ങനെയാണ്, എല്ലാവരും മാഗ്സസെ അവാർഡെന്നേ പറയത്തുള്ളൂ. അത് കൊടുക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഏജൻസിയായ ലോകത്ത് പല രാജ്യങ്ങളിലും റിജീം ചേഞ്ച് ഉണ്ടാക്കാൻ, ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി, അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഫണ്ട് ചെയ്യുന്നുവെന്ന് തെളിയിക്കപ്പെട്ട സ്ഥാപനമാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. ആ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ് മാഗ്സസെ അവാർഡ് കൊടുത്തത്. ആ മാഗ്സസെ അവാർഡ് നമ്മുടെ കേരളത്തിൽ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? പഴയ ആരോഗ്യമന്ത്രിക്ക് മാഗ്സസെ അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അമേരിക്കയുടെ സ്ഥാനമാണ്. CPM പറഞ്ഞു വാങ്ങണ്ടെന്ന് പറഞ്ഞു, മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏഷ്യ നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ മാഗ്സസെ പുരസ്കാരം 2018 ആർക്ക് കിട്ടിയിട്ടുണ്ട്? സോനം വാങ്ചുക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോനം വാങ്ചുക്ക് ആരുടെ ആളാണ്? US-ൻ്റെ ആളാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കളി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജിയോ പൊളിറ്റിക്സ് വല്ലാതെ മാറി. അമേരിക്ക ഇപ്പോൾ ഇന്ത്യയിലെ ഫാർമ മേഖലയ്ക്ക് കൂടി
100% താരിഫ് ഏർപ്പെടുത്താൻ പോവാണ്. ഉം. അപ്പം ഈ സ്ഥിതി ഓരോ ദിവസവും വഷളായി വരികയാണ്. ഇന്ത്യ, ചൈന, റഷ്യ ഈ അച്ചുതണ്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയും ചൈനയുമായിട്ട് പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റും അസീം മുനീറും കൂടെ ട്രംപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ലോകത്തെ എല്ലാ പത്രങ്ങളിലും ഇന്ന് വന്നിരിക്കുന്നത്. വീണ്ടും വീണ്ടും പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ബലവത്താവുന്നു. ഇന്ത്യ എടുക്കേണ്ട നിലപാടെന്താ? ഇന്ത്യ പുതിയ ചേരിയുടെ ഭാഗമായി മാറുക മാത്രമേ തരമുള്ളൂ. അതേ ഓപ്ഷനുള്ളൂ. അപ്പോൾ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഈ അസറ്റിനെ നമ്മളിനി ചുമക്കണം. ഈ ദലൈലാമ ഇന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് ഗുണം? ഒരു ഗുണം. എൻ്റെയും സിനുവിൻ്റെയും നമ്മൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകൻ്റെയും പോക്കറ്റിൽ നികുതിപ്പണം എടുത്തിട്ടാണ് ദലൈലാമ രാജാവിനെ പോലെ കഴിയുന്ന ഇയാളെ നമ്മൾ തെറ്റിപ്പോറ്റുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരാണ്. ലഡാക്ക് കലാപത്തിൻ്റെ പിന്നിൽ ദലൈലാമയാണ് കർട്ടന് പിന്നിലുള്ള ആളെന്ന് പരക്കെ ആക്ഷേപം കൊണ്ട് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ദലൈലാമ ഇപ്പോൾ 90 വയസ്സായി. ദലൈലാമ പറഞ്ഞാൽ എനിക്ക് 40 വർഷത്തോടെ ജീവിക്കണം, 130 വയസ്സ് വരെ ഞാൻ ജീവിക്കും എന്നാണ് പറയുന്നത്. കാരണം പുതിയ ദലൈലാമയെ കണ്ടെത്തണമല്ലോ. അത് നിലവിലുള്ള ദലൈലാമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഇനി 15ാമത്തെ ദലൈലാമയെ കണ്ടെത്തേണ്ടത്. ഓരോ അടയാളങ്ങൾ പറഞ്ഞ് ഒരു കുട്ടിയെ കണ്ടെത്തുവാണ്. അതേസമയം പഞ്ചൻ ലാമ എന്ന് പറയുന്ന പുതിയൊരു ലാമയെ ചൈന അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന് ബദലായിട്ട്. പക്ഷേ ഇന്ത്യ നോക്കേണ്ടത് ദലൈലാമയെ ഇനി തീറ്റിപ്പോറ്റി ഇന്ത്യ ചൈന ബന്ധത്തിൻ്റെ ആക്കം കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കെന്താ ഗുണം? ഇപ്പോൾ ബൈലക്കുപ്പ, കർണാടകയിലെ ബൈലക്കുപ്പയിലും ഇവിടെ വലിയ ടിബറ്റൻ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥലത്ത് അവരവരുടെ രാജ്യം കൊണ്ടു നടക്കുകയാണ്. നമ്മളാണ് ഇതിൻ്റെ ചിലവ് കൂടെ വഹിക്കേണ്ടത്. നമ്മളാണ് അവർക്ക് സുരക്ഷ കൊടുക്കേണ്ടത്. നമ്മൾ ഇത്രയും വർഷം നമ്മൾ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണമുണ്ടായി? പക്ഷേ ഇന്ത്യ താല്പര്യങ്ങൾക്കെതിരായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ അസറ്റുകളെ നമ്മൾ തീറ്റിപ്പോറ്റണോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് നരേന്ദ്രമോദിയുടെ മുമ്പാകെ എന്തായാലും വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ രാജ്യവ്യാപകമായി ഇതേക്കുറിച്ചുള്ള ചർച്ച വേണം. നമുക്ക് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ നമ്മൾ എന്തിനും ചുമക്കണം. അതേസമയം തായ്വാൻ ചൈനയുടെയാണ്, ചൈന എടുത്തോട്ടെ എന്ന് നമ്മൾ പരസ്യമായി ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ പറയുന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറിയാൽ ഒരുപാട് ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നമ്മൾ ചൈനയായിട്ടുള്ള നമ്മുടെ എല്ലാ തർക്കങ്ങളും തീരും. ടിബറ്റ് ചൈനയുടെയാണ്. നമുക്കെന്താ? ചൈനയുടെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇവരെന്ത് പ്രവാസി സർക്കാരുണ്ടായി മിമിക്രി ഫാൻസി ഡ്രസ്സ് നടത്തിയാലും അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിന് ഈ ഭാരം നമ്മൾ ചുമക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ലഡാക്കിലെ ജൻസി കലാപത്തിനുള്ള ആസൂത്രണത്തെ തുടർന്ന് പൊതുവിൽ ഉയരേണ്ടതുമായ ചോദ്യം. ഇന്ത്യ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ അസറ്റുകളെ എന്തിന് ഇനി ചുമക്കണം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.